ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങാൻ മുടിഞ്ഞു മുതൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ രേണുവിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പുറകിൽ കർട്ടൻ കിടന്ന് അനങ്ങുന്നുണ്ടാവും. ഇങ്ങനെ കാറ്റുണ്ട് വെളി നല്ലപോലെ. അതിനാണ് കഴിഞ്ഞ ദിവസം ആരോ ഒരു പുള്ളിക്കാരി ചോദിച്ചത്. ഹസ്ബൻഡ് വന്നു, ഇത് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഹോളാണ്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഹോളിലാണ് നിൽക്കുന്നത്. അത് റൂമിലൊന്നും പോയി പാത്തിരുന്നൊന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുറകിൽ നല്ല കാറ്റാണ്. ആ കാറ്റിൻ്റെയാണ് ആ തുണി ഇടുന്ന ഈ കർട്ടൻ അനങ്ങുന്നത്. അപ്പോൾ അവിടെ നേരത്തെ ഞങ്ങളൊരു വെളിയിൽ ഒരു കർട്ടൻ പോലെ ഒരു ഇതിട്ടിട്ടുണ്ട്. അത് ഷോളായിരുന്നു ഇട്ടത്. വേഴാമ്പലിൻ്റെ ശല്യം നമുക്കവിടെ നല്ലപോലെ ഉണ്ട് കേട്ടോ. വേഴാമ്പൽ വന്ന് ഗ്ലാസ് കുത്തി പൊട്ടിക്കും, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അതിനാണ് ആ ഇതിട്ട്. അതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റി. അതാണ് പുറകിൽ അനങ്ങിയതായിട്ട് കണ്ടത്. അവരെന്നോട് ചോദിച്ചത് പുറകെ വന്ന് ഹസ്ബൻഡ് പാത്തിക്കുവാണോ എന്നൊക്കെ ചോദിച്ചത്. അത് അവരുടെ സംസ്കാരം, അവർക്ക് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. എൻ്റെ ഭർത്താവിന് അങ്ങനെ പാത്തിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് ഞാൻ എവിടെ വന്നാലും കയറി വരാൻ പറ്റും. പിന്നെ അതിപ്പോൾ പുറകിൽ അനങ്ങുന്ന കർട്ടൻ അനങ്ങുന്നപ്പോഴാണ് കാര്യം ഓർത്തത്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ 1.5 ലക്ഷം ആയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഇപ്പോൾ ഈയിടെക്കൊണ്ട് എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്നു. ഒരുപാട് സന്തോഷം തോന്നി സബ്ബൊക്കെ ഇത്രയും കൂടി കണ്ടപ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, ആരും അത് അനങ്ങിയിട്ടൊന്നുമില്ല. എന്നാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഹൈപ്പും കൂടെ ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഹൈപ്പും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് രേണുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാനിതിൽ എടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളെല്ലാവരും കണ്ട കാര്യമാണ്, ചാറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എങ്കിൽ കഴിഞ്ഞ ദിവസം ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പതിയെ പുറത്തോട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് രേണു ഇട്ടേക്കുന്ന ആ ഒരു റെഡ് കളർ ഡ്രസ്സാണ് കൂടുതലും എടുത്തിട്ടേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇച്ചിരി കഴുത്തിറങ്ങി ഇച്ചിരി എല്ലാവർക്കും കാണാൻ പോലൊക്കെ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോസ് വരെ ഇവന്മാരിപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നെ എന്തോ തൊലിക്കെട്ടി എന്ന് ഓർത്ത് നോക്കണേ, ഒരു നാണവും ഇല്ല ഇവർക്കിപ്പോൾ. ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ആയെന്ന് ഞാൻ ഓർക്കുന്നു കേട്ടോ. മനുഷ്യരായാലും എന്നാ പണി വൃത്തിയുടെ പണി കാണിക്കുന്നത് ഇച്ചിരി ഇങ്ങനെ നാണം കാണും മനുഷ്യർക്ക്. ഇവർക്ക് അതൊട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ളതൊക്കെ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ കൂടെ വേണം കാണിക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് പുള്ളിക്കാരിയോട് ഊഞ്ഞാലിലിരുന്ന് ആടാൻ പറയുന്നൊരു ഇതുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഊഞ്ഞാലിരുന്ന് ആടാവോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഊഞ്ഞാലിരുന്ന് ആടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് കേട്ടല്ലോ, ഊഞ്ഞാലിരുന്ന് ആടട്ടല്ല, മരത്തെ കയറാൻ. ഊഞ്ഞാലിരുന്ന് ആടുവോ മരത്തെ കയറി എന്നെ വേണം ചെയ്യാം, പക്ഷേ സബ്സ്ക്രിപ്ഷനുള്ള ഒരു വീഡിയോ എടുത്ത് കൊടുത്താൽ മതിയെന്ന്. അതാ പറഞ്ഞത്. പുള്ളിക്കാരിക്ക് എന്നാ കാണിച്ചാലും കുഴപ്പമില്ല, ഒരു വിഷയവുമില്ല. അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ പുറകെ നടക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് ഒത്തിരി പണി കിട്ടിയിച്ചിരിക്കുവാണ്. ഒത്തിരി എന്ന് പറഞ്ഞാൽ നല്ലപോലെ പണി കിട്ടിയിച്ചിരിക്കുവാണ്. ഞാൻ നേരത്തെ ഇവരുടെ വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറയുന്നത്, ഇവർ ഷെബീന ബീബി ചീത്ത വിളിച്ചപ്പോഴേ ഞാൻ പറയുന്നു, അവരെ ചൊറിയാൻ പോകുന്നത്, അവരെ പിണക്കി കഴിഞ്ഞാൽ അവർ അങ്ങേലോകം കണ്ടതിന് ശേഷമേ അവർ തിരിഞ്ഞ് നിൽക്കുകയുള്ളൂ. അത് കേട്ടപ്പോഴത്തേക്ക് അവർ ഓർത്ത് ഇവരുടെ ഈ കഥകളൊന്നും ആർക്കും അറിയത്തില്ലെന്ന് ഓർത്തുകൊണ്ടാണ്. ആ കൂടെ ഇപ്പോൾ ഒരു ചാറ്റും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഒന്നൊന്നര ഒരു ചാറ്റായിപ്പോയി. കാര്യം രേണു എന്താ, പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കുണ്ടല്ലോ ഇവരെ പറ്റി പറയുന്നുണ്ട്, അവിടെ പോയി അതാണ് പണി ഇതാണ് പണി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് വിശ്വസിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാര്യം ഇവർ ഇച്ചിരി ഇങ്ങനെ കോലം കെട്ടുമെങ്കിലും അങ്ങനെ ആയിരിക്കില്ല എന്നൊരു ഇതായിരുന്നു മനസ്സിൽ. പക്ഷേങ്കിൽ ഓരോന്നും തെളിവ് സഹിതം പുറത്തോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവർ ഇത്തരക്കാരിയായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ടല്ലോ, അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ് ഇവർ, ഒന്നുമില്ലായ്മയിൽ നിന്ന്. ലക്ഷ്മി ഒരു സ്പ്രേ കൊണ്ട് കൊടുത്ത് അതിലൂടെ ഇങ്ങോട്ട് വന്നതാണ്. അന്ന് സ്പ്രേ കൊണ്ട് കൊടുക്കുന്നതിനകത്തൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇവരുടെ അച്ഛനെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേങ്കിൽ അവരുടെ അച്ഛൻ്റെ മണം എനിക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ആ സ്പ്രേയുടെ സംഭവം വരുന്നത്. ആ സ്പ്രേയുടെ സംഭവം വന്ന് ലക്ഷ്മി കുറേ ഏറെ കയറിയതുമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിക്കാരി പതിയെ പുറത്തോട്ട് വരാൻ തുടങ്ങിയത്. പുറത്തോട്ട് വരാൻ തുടങ്ങി പുള്ളിക്കാരിക്ക് അറിയായിരുന്നു എങ്ങനെ തുടങ്ങണം എന്നുള്ള നല്ല ധാരണയുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ എല്ലാം ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആ സ്പ്രേ. ഓരോ കാര്യങ്ങളും വന്ന് ഷെബീന ബീബി മറ്റേ ഇവരുടെ കഥകൾ പുറത്ത് ഇറക്കുന്നുണ്ട്. ആരുടെയാണ് ഇവരുടെ ഒരു മാനേജർ ഉണ്ടല്ലോ, കരീഷ്മയുടെ കഥകളൊക്കെ പുറത്ത് വന്ന് കരീഷ്മ ഷെബീന ബീബി വിളിച്ചു, നിങ്ങൾ ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആവശ്യത്തിലേക്ക് വലിച്ചടയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതാണ്ട് വിളിച്ച് പറഞ്ഞെന്നോ എടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവരെ നിയന്ത്രിച്ച് വേണമെങ്കിൽ കരീഷ്മയ്ക്ക് നിർത്താം. ഈ ഇത്രയും സത്യം പറഞ്ഞാൽ വീണ്ടും ഇതെല്ലാം പുറത്തോട്ട് വരാനുള്ള കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ സജിന തന്നെയാണ്. സജിന എന്ന് പറയുന്ന ഒറ്റ ഒരു വ്യക്തിയാണ് ഈ രേണുവിനെ ഇത്രയും നാറ്റിക്കാനുള്ള ഒരു കാരണം എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഷബീന ബിബി അത് പറഞ്ഞു, ആ ഒരു വിഷയം തീർന്നു, അങ്ങനെ പോയി, അവിടെ അങ്ങ് പോകുമായിരുന്നു. ഈ രേണുവിനെ ഇത്രയും സ്ക്രൂ കയറ്റുന്നത് അവരൊറ്റ എടുത്തിയാണ്. അവർ സ്ക്രൂ കയറ്റിയാണ് ഈ രേണുവിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരി അതിലൂടെ ഫെയിം ആകാനാണ് നോക്കുന്നത്. രേണു കള്ളക്കടത്ത് നടത്തുന്നു, മറ്റതാ മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി തന്നെ പോസ്റ്റ് ഇട്ട് വെച്ചാൽ അതിനകത്ത് പുള്ളിക്കാരിയുടെ ഫോട്ടോയും കൂടെ വെച്ചാണ് പുള്ളിക്കാരി ഈ കോലങ്ങളെല്ലാം കെട്ടുന്നത്. കാര്യം ആരാണ്ട് പറഞ്ഞാലേ വാഴ നടുമ്പോൾ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചീര നനയുമല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ്. രേണുവിട്ട് വരുന്ന കൂടെ തന്നെ ഇവർക്കൂടെ ഫെയിം ആകാൻ വേണ്ടിയിട്ട് ഇവർ മറ്റേ റിയാക്ഷൻ മീഡിയക്കാർ ഇവർ പറയും രേണുവിനെ വെച്ച് ഇതാകുമെന്ന്. പക്ഷേ രേണുവിനെ വെച്ച് ശരിക്കും മുതലെടുത്തേക്കുന്നത് അവരാണ്, ഈ സജീനയാണ്. കാര്യം
രേണുവിൻ്റെ ഈ ലാസ്റ്റത്തെ ഈ ചാറ്റ് പോലും പുറത്ത് വരാൻ കാരണം ഈ സജിന തന്നെയാണ്. കാരണം രേണു ഒരു ഇച്ചിരി ഒതുങ്ങിയിട്ടുണ്ട്. രേണു ഇപ്പോൾ ഒന്നിനും പ്രതികരിക്കുന്നില്ല. ഈ നടന്ന സംഭവങ്ങളൊന്നും രേണു ചെയ്തിട്ടുണ്ടെന്നോ ചെയ്തിട്ടില്ലെന്നോ ഒന്നും രേണു വന്ന് പറയുന്നില്ല. രേണു ആരുടെയൊക്കെ ഇടയ്ക്കോ എന്നതൊക്കെയോ ദേഷ്യങ്ങൾ തീർക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ രേണു ഇത് നേരിട്ട് വന്ന് ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും രേണുവിനോട് എന്തിനു ചോദിച്ചാൽ രേണു പറയുന്നത് സ്വർണ്ണം കടത്തി എന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അതെ, ബാക്കി ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ രേണു എടുത്തിടുന്നില്ല. പിന്നെ രേണു മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ സംഭവങ്ങളെല്ലാം സത്യങ്ങളാണ്, ഷെബീന ബീബി പറഞ്ഞ കാര്യങ്ങളൊന്നും കള്ളത്തരങ്ങളില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാര്യം അല്ലാതെ എന്നതെങ്കിലും ഒരു കാര്യം വന്നാൽ രേണു ഭയങ്കരമായിട്ട് അങ്ങ് കത്തിക്കേറും. കാര്യം എന്നു വെച്ചാൽ കിച്ചുവിൻ്റെ വിഷയം തന്നെ നമ്മൾ കണ്ടതാണ്. രേണു ഉണ്ടാക്കിയ പുകിൽ കുറച്ചൊന്നുമല്ല. അതുപോലെ തന്നെ ഷെബീന ബേബി ഇവരെ നിക്കർ വിധവാന്നും അങ്ങനെ ഇങ്ങനെയുള്ള ഇരട്ടപ്പേരൊക്കെ വിളിക്കുമ്പം ഈ രേണു അതിനും വന്നേച്ച് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അവർ അപ്പനെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒന്നും മിണ്ടുന്നില്ല, ശരിക്കും മൗനത്തിലായിരിക്കുവാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവർക്ക് ഇവരുടെ തൊഴിൽ ചെയ്ത് മര്യാദയ്ക്ക് അങ്ങ് പോകായിരുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയ കിടന്ന് നിരങ്ങാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഇവരെ ആരും ഒന്നും പറയാൻ വരത്തില്ലായിരുന്നു. ഇവർ തന്നെയാണ് ഇവർക്കുള്ള കുഴി തോണ്ടിക്കൊടുത്തത്. പിന്നെ ഫസ്റ്റ് 2 വെളുപ്പിക്കൽ ടീമുണ്ട്. ഇവർ പറയുന്ന ഒന്ന്, അവർ പറയുന്ന വേറൊന്ന്, ഇങ്ങനെയാണ് ഇവർ വെളുപ്പിക്കാനായിട്ട് ഇറങ്ങുന്നത്. എന്നാലും ഈ ഊഞ്ഞാലയിലാടാനാണ് കക്ഷി വന്നിരിക്കുന്നത്. ഊഞ്ഞാലയിലാടുമ്പം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നെ കോരി എടുക്കാൻ ഐഫോൺ കളയുടെ കാര്യമൊന്നുമില്ല അല്ലേ ചേട്ടാ? ആകെ ഇച്ചിരി ഉള്ളൂ, ഒരു കോരി എടുത്തോളൂ. ഐഫോൺ കളയുടെ കാര്യം ഇപ്പൊ പോകാം. ഇച്ചിരി മാറിയിരിക്കാൻ നല്ലതാണ്. ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങും മുടിഞ്ഞു മുതൽ. ചേട്ടന്റെ വീഡിയോ കണ്ണ ചേട്ടനോ? ചേട്ടൻ ഞങ്ങൾക്ക് കോപ്പറേറ്റ് തരുവാടാ സബ്സ്ക്രിപ്ഷൻ ഇതിന്റെ ചാനൽ. സ്പെഷ്യൽ ക്യാമറ ഉണ്ടാവില്ല. ഇവന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇവന്മാർ കളിയാക്കുവാണോ അതോ ഇതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവർ ചോദിക്കുന്നതല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് രേണുവിൻ്റെ വായി എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ പറയുന്നത്. രേണുവിൻ്റെ വീഡിയോ തന്നെ എടുത്തിട്ട് അവരും തുടങ്ങാൻ പോകുമെന്ന്. തുടങ്ങിക്കോ, നല്ല കാര്യമാണ്. കാര്യം അതിൻ്റെ ഒരു കുറവും കൂടി ഇനി രേണുവിനുള്ളൂ. ആ ഒരു കുറവും കൂടെ നികത്തി കഴിഞ്ഞാൽ തീർന്നു, ബാക്കിയെല്ലാം പൂർത്തിയായിട്ട് ഇരിക്കുവാണ്. ഇത്രയും ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷം ഇതുപോലെ അപവാദം കേട്ടതും, ഇത്രയും ഭർത്താവ് മരിച്ചതിന് ശേഷം ആത്മാവിന് പോലും നിത്യശാന്തി കിട്ടാത്ത ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പുള്ളിക്കാരിയേ ഉള്ളൂ. വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരുപാട് കലാകാരന്മാരുടെ ഭാര്യമാർ വിധവകളായിട്ട് ജീവിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കി, അവരുടേതായ കുടുംബകാര്യങ്ങൾ നോക്കി അങ്ങനെ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർ ഇറങ്ങിക്കോട്ടെ, ഇവർ ഈ കലാരംഗത്തേക്ക് ഇറങ്ങിക്കോട്ടെ, ഇവർ അഭിനയിക്കത്തൊന്നുമില്ല, എന്നാലും ഇവരെന്നാ കോലം വെള്ളം കാണിച്ചോട്ടെ. പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് ഇവർ. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ നിങ്ങൾ നോക്കണം, എത്ര വൃത്തികേടായിട്ടാണ് അവർ ആ കഴുത്ത് കാണുന്ന രീതിക്ക് തന്നെയാണ് അവരിങ്ങനെ ഇവരുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഇവരുടെ മുന്നിൽ കൂടെ കാണിച്ചുകൊണ്ട് നടക്കണം, ഇന്നാ എടുത്തു എന്ന് പറഞ്ഞാൽ. അതേസമയം ഇവർ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്, അത് അങ്ങനെ അധികം വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് രേണു ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെയാണ് കിടന്നത്. ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് കൊണ്ട് ഒരു ഭയങ്കര ഡാൻസും ഒക്കെ കാണിച്ച് അതിൽ വന്ന് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടതാണ്. ആ ഇട്ട കമൻറ്റിന് പുള്ളിക്കാരി തന്നെ ഒന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടതായിരിക്കാം, എങ്കിലും ഒന്നും കൂടെ ഇവരൊരു സംസ്കാരം നോക്കുകയാണേ. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിർത്തിപ്പോകുന്നില്ല ഞാൻ, വേണേ നീ ബ്ലോക്ക് ആക്കാൻ പറഞ്ഞു. ഇങ്ങനെയുള്ളവരെ ഇവർക്ക് ബ്ലോക്ക് ആക്കാമല്ലോ. ഇങ്ങനെ ഈ ചീത്ത വിളിക്കുന്നവരെ ഇവർക്ക് ബ്ലോക്ക് ആക്കാം. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഈ കമൻറ്റ് ഇടുന്നവർക്ക് നാണമില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, രേണുവിന് ഇതിനേക്കാൾ മോശപ്പെട്ട കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അന്ന് രേണു മൗനമായിട്ടിരുന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ രേണു എടുത്തേച്ച് ഇങ്ങനെ പ്രതികരിക്കുന്ന കാണുമ്പം രേണു വീണ്ടും തരം താണുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരി ഇപ്പോൾ ഈ മാകൂട്ടിയുള്ള ഈ ചീത്തവിളി അതിവർക്കിപ്പോൾ ഒരു ശ്ലോകം പോലെ ഇവരങ്ങ് ആക്കിയെടുത്തേക്കുവാണ്. ഇവരത് ഏത് മനുഷ്യൻ്റെ കാര്യം വന്നാലും ഇവർ ഈ ചീത്തയാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു നമ്മൾ പരസ്യമായിട്ട് ആ ഒരു നായകൻ കൂടെ നിൽക്കുമ്പോൾ തന്നെ അവൻ അതിനേക്കാൾ വലിയൊരു പുഴങ്ങനാന്ന് തോന്നുന്നു കേട്ടോ. അവൻ കണ്ടത് വെച്ച് ഏറ്റവും വലിയ ഫ്രോഡാണെന്ന് തോന്നുന്നു അവന് ഈ ചീത്ത വിളിക്കുന്നത്. ഈ മാകൂട്ടി തന്നെ പരസ്യമായിട്ട് ഇനി ഇതിൽ കൂടുതൽ ഭാഷകൾ ഇവരുടെ വായിന്ന് വരാൻ തുടങ്ങും. അതിന് സംശയങ്ങളില്ല. കാര്യം ഇതെന്നാന്നുള്ളത് പുള്ളിക്കാരി ഇത്രയൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രേണുവിൻ്റെ ചാറ്റിൻ്റെ ഇതൊക്കെയാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. എന്നതാണേലും ഞാനും ആദ്യം ഓർത്തു ഇത് ഏതെങ്കിലും വേറെ എന്നേലും ഇത് വെച്ച് തുടങ്ങിയിരിക്കുന്നതാണോ, ഇത് ഇൻസ്റ്റേഡ് തന്നെയാണോ, അതോ ഇനി വേറെ എന്നേലും ആണോ, ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാമല്ലോ. പക്ഷേങ്കിൽ അല്ലാന്നാണ് ഇത് എടുത്തവരെല്ലാം പറയുന്നത്. ഷെബീന ബീബിയുടെ ചാനൽ ഉത്തരവ് തന്നെയാണ് ഇത് വന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവർക്കത് ഒഴിവാക്കി വിടായിരുന്നു. ഇവർക്കിപ്പോൾ സത്യം പറഞ്ഞ് ജീവിക്കാൻ അത്യാവശ്യം വരുമാനമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവർ കിടന്ന് ഈ തോന്നിവാസം കാണിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല. വന്നവരോട് എമൗണ്ട് എത്രയെന്ന് ചോദിച്ചപ്പോൾ നാട്ടിൽ വരുമ്പോൾ കാണാമല്ലോ എമൗണ്ട് എത്രയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചുമ്മാ ഒരാളെ കാണുന്നതിന് എമൗണ്ടിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ചുമ്മാ ഇപ്പോൾ ഒരാളെ കാണുന്നതിന് എമൗണ്ടിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. അപ്പോൾ എമൗണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇവർ അങ്ങനെ പെയ്ഡ് പരിപാടിയൊക്കെ നടത്തുന്നുണ്ടല്ലാതെ എന്നുള്ളതിൻ്റെ തെളിവാണത്. എത്രയാണേലും അതും അവരുടെ മാനേജറാണ് തീരുമാനിക്കുന്നത്, മാനേജറാണ് പറയുന്നതെന്ന്. എത്ര ഒരു മോശമായിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വേറെ എന്തെങ്കിലും വെളുപ്പിക്കലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്നാണേലും ഷെബീന ബീബിയുടെ ഇതിനകത്ത് ശരിക്കും ഈ ഒരു മെസ്സേജ് എല്ലാവരുടെയും കൈ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന നാറാനായിട്ടാണ് ഉള്ളത്.
ഇത്രയും നാറ് ഇനിയിപ്പം ഈ കിച്ചു എന്നാലും നേരത്തെ ഒഴിഞ്ഞു പോയി, അതുകൊണ്ട് കിച്ചു രക്ഷപ്പെട്ടു. ആ കൊച്ചൊന്നും അറിയാത്തൊരു കൊച്ചു വളർന്നു വരുന്നുണ്ട് അല്ലേ. ആ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സജന പറഞ്ഞ് നാട്ടുകാരൊന്നും വിഷമിക്കേണ്ട ആ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോഴും എനിക്ക് കൊച്ചു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരത്തേക്കുണ്ടല്ലോ അതുങ്ങളുടെ ആ കൊച്ചിൻ്റെ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഒരു കമൻറ്റ് ഇട്ടായിരുന്നു, ചേച്ചി റീച്ചൊക്കെ കുറഞ്ഞു അതുകൊണ്ട് ഇനി സുധിച്ചേട്ടൻ്റെ ഇത് എടുക്കുക എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഉടനെ പുള്ളിക്കാരി എന്നെ ഇത് സുധിയുടെ ഒരു ഫോട്ടോയും വെച്ച് രണ്ടും കൂടി ഇരിക്കുന്ന ഫോട്ടോയും ആ കൊച്ചിനെയും കൂടി ഇരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കാണിച്ചാൽ സത്യം പറഞ്ഞാൽ അത് ഒരു വേടൻ്റെ പാട്ടാണ് പാടുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൊച്ചിനൊന്നും അറിയാം, അതിനൊന്നും അറിയാത്ത പ്രായമല്ലേ, അതിനെയും കൂടെ കോലം കെട്ടിക്കണമല്ലോ എന്ന് ഓർത്തുപോയി. അതിനെയും കൂടി ഇരുത്തി അങ്ങനെ ഒരു വീഡിയോ ഉടനെ പുള്ളിക്കാരി ആ ഒരു കമൻറ്റ് അവിടെ പിൻ ചെയ്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇവർക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ പിടിവള്ളി മൊത്തം വിട്ട് നിൽക്കുവാണ്. ഇവർക്ക് എന്നതാ ചെയ്യേണ്ടത് എന്നതാ പറയേണ്ടതെന്ന് ഇവർക്കിപ്പോൾ യാതൊരു വെളിവുമില്ലാത്ത രീതിയാണ് ഇവർ കാണിക്കുന്നത്. ഇവരുടെ കയ്യിൽ തന്നെ എല്ലാം കൈവിട്ട് പോയി. ഇവരൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പരസ്യമാക്കിയാലെന്നാണ് അവർ വിചാരിച്ചത്. ഈ കൂടെ കിടക്കാൻ ഇവന്മാരൊന്നും നല്ലവന്മാരായിരിക്കണമെന്നില്ല. അവന്മാരൊക്കെ ഇത് വന്ന് ഇവരുടെ കൂടെ ഇപ്പോൾ ഈ ചാറ്റ് ചെയ്തത് പോലും ഏതവനന്ന് പുറത്ത് വന്നിട്ടുണ്ടോ? പുറത്ത് വന്നിട്ടില്ല. ഇവരുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങളെടുത്ത് ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് പെണ്ണിന് തന്നെയാണ് എന്നും ചീത്തപ്പേര് വരുന്നത്. അതൊരിക്കലും മനസ്സിലാക്കുകയല്ല. നെളിപ്പ് കൂടി അഹങ്കാരവും കൂടി എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല ഈ ലോകത്ത്, ഞാനാണ് എല്ലാം, എനിക്ക് ഇതെല്ലാം ഒരു പുല്ലാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ അങ്ങനെ നടന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ ഈ മാതിരി കോലങ്ങളൊക്കെ കാണിച്ച് വെക്കാതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ അങ്ങ് നടക്കാമായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു സൈഡിൽ കൂടെ ഭയങ്കരമായിട്ട് നിങ്ങൾ തികഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാണേലും ഇനി ഇവരിനി കേൾക്കാനായിട്ടൊന്നുമില്ല. ഇതിൽ കൂടുതൽ ഇനി എന്നാ കേൾക്കാനാണ്? ഹനാൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവരെതിർത്തതില്ലെന്ന് പറഞ്ഞാലും നമുക്കത് ഒരു പറഞ്ഞു അത്രയേ ഉള്ളൂ. ഒരു പെണ്ണിനെ മോശമാക്കാണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നുള്ള മൈൻഡായിരുന്നു. അതും ഇവരെതിർത്തിട്ടേ ഇല്ല. ആ ഒരു കാര്യം ഹനാൻ്റെ പേര് പോലും പറഞ്ഞ് ഇവരൊന്നും പ്രതികരിച്ചിട്ടില്ല. അതെടുത്ത് റിയാക്ട് ചെയ്തവരെ മാത്രം അവർ റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഹനാനെ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. എന്നാണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ടീമാണ് വരുന്നത്. ഇവരുടെ വീഡിയോ ഞാൻ ഒരു ദിവസം റിയാക്ട് ചെയ്തതാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാകാൻ വേണ്ടി ആഗ്രഹിച്ച് നടന്നു, സ്ത്രീകളായി എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഈ സ്ത്രീയുടെ രൂപം വന്നേച്ച് തോന്നിവാസങ്ങൾ കാണിക്കാനാണ് ഇവർ ഈ സ്ത്രീയുടെ രൂപം എടുത്തേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇൻസ്റ്റയിലോട്ട് കയറി കഴിഞ്ഞാലും അല്ലാതാണെങ്കിലും കുറേ പബ്ലിക്കിലേക്ക് വരുന്നുണ്ട്. ഇവരൊരു ഊഞ്ഞാലാടുന്നൊരു സീനുണ്ട്. ഇവരൊക്കെ ഒരു സ്ത്രീയാണ്, സ്ത്രീ ആകാൻ വേണ്ടി ആഗ്രഹിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്ത്രീ എന്നാണെന്നറിയാമോ നിനക്കൊക്കെ? പിന്നെ ഒരു കാര്യമുണ്ട്, സ്ത്രീകളായിട്ടുള്ളവരും കാണിക്കുന്ന ചെറുത്തരം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നവർ ഇവരിപ്പം കഴുത്തിറങ്ങിയ കുറേ സിൽക്കോണം വെച്ച് പിടിപ്പിച്ച് അതും വെട്ടിയിറക്കി അതും കാണിച്ചുകൊണ്ടിരിക്കും. ഇവരും അത് റീച്ചിന് വേണ്ടിയല്ലേ അത് കാണിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല അവരത് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവർ പറയുന്നുണ്ട് രേണുവിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് റീച്ചിന് വേണ്ടി എന്നൊക്കെ ഇവർ എപ്പോഴും വന്നിച്ചത് പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഇവരെന്തിനാണ് ഇവരുടെ തുണി അഴിച്ച് കാണിച്ചുകൊണ്ട് നടക്കുന്നത്? ഇവരെ പോലുള്ളവരൊക്കെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഇവർക്ക് തന്നെ ഒരു നിലനിൽപ്പില്ലാത്തവരാണ്. കാര്യം പുതിയ നിയമവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. എന്നാണെങ്കിലും ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊക്കെ ഷെബിന ബീവിയാണ് ഇവർ പറയുന്നത്. ഒക്കെ നല്ലതായിരുന്നു നിങ്ങൾ ജീവനോട് അങ്ങ് കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. ഇപ്പൊ രേണുവിനെ കുറിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലോ, പാവം എന്തോരം സഹിക്കുന്നുണ്ടാവും ആ ഒരു മനുഷ്യ സ്ത്രീ എന്തോരം സഹിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് എനിക്ക് അതിനുള്ളൊരു ധൈര്യമുണ്ട്. കാരണം ഉലകം ചുറ്റി വന്നവളാണ് ഞാൻ. അതായത് ഞങ്ങള് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഏത് ഉലകം ചുറ്റി വന്നാണ്? ഉലകമൊക്കെ ഒന്ന് പറയുമോ? ഉലകം ചുറ്റി വന്നതെന്നല്ല, നിങ്ങൾ കാണിച്ചു വിടുന്ന കോലത്തിനാണ് നിങ്ങൾ നാട്ടുകാരെ വായിന്ന് കേൾക്കുന്നത്. നിങ്ങൾ മാന്യമായിട്ട് നടന്നാൽ നിങ്ങളെ ആരും ഒന്നും പറയാൻ പറ്റത്തില്ല. മാന്യമായിട്ട് സാരി എടുത്ത്, ഞാൻ പറഞ്ഞില്ല ഇവരുടെ കൂടെ കൊള്ളാനുള്ള സൂര്യനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട്. അവരൊക്കെ അവരുടെ തൊഴിലും ചെയ്ത് അവരുടെ രീതിക്ക് അവർ ജീവിച്ചു പോകുന്നു. അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വന്നെന്ന് അവരിങ്ങനെയുള്ള കോലങ്ങൾ കെട്ടാനൊന്നും അവർ വരുന്നില്ലല്ലോ. നിങ്ങൾ കാണിക്കുന്ന കോലങ്ങൾ ഇവർ കഴിഞ്ഞ ദിവസം കുലസ്ത്രീകളിടുന്ന ഡ്രസ്സാന്ന് പറഞ്ഞാൽ അതാണ് എടുത്ത് റിയാക്ട് ചെയ്തത്. അത് ഈ രേണുവിൻ്റെ കൂട്ടുകാരി സജിനെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊന്നും കാണിക്കുന്നതിന് കുഴപ്പമില്ലേ എന്നും ചോദിച്ചിട്ടുണ്ട്. കുലസ്ത്രീകൾ ഇടുന്ന ഡ്രസ്സെന്നും പറഞ്ഞ് സജിന നല്ല പച്ചയ്ക്കാണ് പറഞ്ഞു കൊടുത്ത് എടുത്തേക്കുന്നത്. ഞാനൊക്കെ അത്രയൊന്നും വന്നിട്ടില്ല, ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ പുള്ളിക്കാരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്തോ വലിയ സംഭവമാണ് പുള്ളിക്കാരി വിചാരിച്ചേക്കുന്നത്. വലിയ സംഭവമാണ്. പുള്ളിക്കാരിയുടെ ഒരു വർത്തമാനവും കൊഞ്ചലും ഒക്കെ കേൾക്കണം ഭയങ്കര. എനിക്ക് ഇവരൊരു ഇച്ചിരി ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കയ്യിലിരിപ്പോണ്ട് ഇവരെയും വെറുത്തു തുടങ്ങി. ഇവരുടെ ആ ഒരു ആക്ഷനും ഒക്കെ കാണണം ഭയങ്കര സംഭവമാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ സ്ത്രീകൾ ഇങ്ങനെ കുണുങ്ങി നടന്നാലോ അല്ലെങ്കിൽ കുണുങ്ങി കൈയെടുത്താലോ ഒന്നും മാത്രമല്ല സ്ത്രീ ആകുന്നത്. ശരിക്കുള്ള സ്ത്രീ കുണുങ്ങാതെ തന്നെ നടക്കാനറിയാം. ഇവർ പറയുന്ന കേട്ടാത്തൊന്നും ഇവർ നയൻതാരയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. നയൻതാരയോട് ഇഷ്ടമായിട്ട് മൊത്തം കണ്ട് മാർഗോ അങ്ങനെ ഇടയ്ക്ക് സംഭവമൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നയൻതാര എങ്ങനെയാണോ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ പറയുക. നമ്മളിപ്പോൾ ഒരു ഷേപ്പ് തോന്നും ആൾക്കാർക്ക്. നമ്മൾ ചിലർ സാമ്യം പറയും എന്നതെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ഷേപ്പ് തോന്നണ്ടേ. എനിക്ക് ഇവർക്ക് നയൻതാരയുടെ യാതൊരു ഷേപ്പും എനിക്ക് തോന്നിയിട്ടില്ല. നയൻതാര എവിടെ നിൽക്കുന്നു, ഇവരെവിടെ നിൽക്കുന്നു. അതാണ് ഇവർക്ക് രേണുവിൻ്റെ ഒരു ഷേപ്പുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നയൻതാരയുടെ ഷേപ്പൊന്നും നയൻതാര ഇടുന്ന പോലെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നയൻതാര ആവുമോ? ഒരിക്കലും ആകുകയില്ല.
തന്നെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഈ കളിയാക്കലും പരിഹാസമൊക്കെ അനുഭവിച്ച് കേട്ട് ചെവിയൊക്കെ തയമ്പിച്ച് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ രേണു എന്ന് പറഞ്ഞ ചേച്ചി, രേണു എന്ന് പറഞ്ഞ അവള് ഇപ്പൊ വന്ന കുട്ടിയാണ്. ആ കുട്ടീനെ ഇത്രത്തോളം നിങ്ങളിങ്ങനെ എന്താ പറയാ, ഒരു മനുഷ്യനെ എന്താ പറയാ, ഇതിനേക്കാൾ നല്ലത് രേണു നിങ്ങൾ ജീവനോട് അങ്ങ് കുഴിച്ചു മൂടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പരിധിയില്ലേ പറയുന്നതിലൊക്കെ. എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ സ്വർണ്ണം. ഇപ്പൊ ഞാൻ കണ്ടു, സ്വർണ്ണം കടത്തണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇതൊക്കെ കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ തെളിവുകളുണ്ടോ? ഇവര് പറയുന്നു, ഇവര് ഇടയ്ക്ക് രേണു എന്ന് വിളിക്കും, രേണു ചേച്ചിന്ന് വിളിക്കും, കൊച്ചെന്ന് വിളിക്കും, കുഞ്ഞെന്ന് വിളിക്കും, പലത് വിളിക്കും. നിങ്ങൾ ഏതെങ്കിലും അതിന് ഒന്നിച്ചൊന്ന് വിളിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ഉറപ്പിച്ചിരിക്കുക. അവർക്ക് ഇച്ചിരി പ്രായമുള്ളത്, അവരെ പേര് വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുഞ്ഞ്, കൊച്ച് എന്നൊക്കെ. സ്വർണ്ണം കടത്തിയ കാര്യമൊക്കെ ഒന്നും നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അതിനൊക്കെ തെളിവ് സഹിതമാണല്ലോ അവർ ഓരോ വോയിസ് പുറത്തോട്ട് വിട്ടേക്കുന്നത്. അതിനൊന്നെതിരെ രേണു ഒന്നും പറയുന്നതായിട്ട് കേട്ടില്ലല്ലോ. ഓരോ കാര്യങ്ങളും പുറത്തോട്ട് വിട്ടല്ലോ, പല കഥകളും. സ്വർണ്ണക്കടത്ത്, പിന്നെ വേറെ പലത് അങ്ങനെ വേറെ പലതും പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവരുടെ വോയിസിലൂടെ വന്നിരിക്കുന്നതാണ്. അതൊക്കെ തെളിവുകളാണെന്ന് പറഞ്ഞ് തന്നെയാണ് അവരത്രയും ധൈര്യത്തോട് കൂടി എടുത്ത് അത് പുറത്തിടണമെന്നുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളെ പറ്റി പബ്ലിക്കായിട്ട് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ തെളിവുകളില്ലാതെ വന്ന് ഒരിക്കലും പറയുകയില്ല. പറഞ്ഞാൽ കേസ് തെളിവുകളില്ലാതെ പറഞ്ഞാൽ കേസ് കൊടുത്താൽ ഉള്ളേ പോകുന്ന നല്ലപോലെ അറിയാം. അതും അവർക്ക് ഇതിനെപ്പറ്റി എല്ലാ നിയമവഴികളും അറിയാവുന്നതാണ്. അപ്പോൾ അവരൊരു കാര്യം തെളിവില്ലാതെ അവരൊന്നും മുന്നോട്ട് കൊണ്ട് വെക്കുകയില്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അവരെ തെളിവുള്ളത് കൊണ്ടാണ് അവരങ്ങനെ അത് മുന്നോട്ട് വെച്ചേക്കുന്നത്. നിങ്ങളുടെ കണ്ണിൽ രേണു കുണ്ണുവാവ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ അല്ലാതെ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നത് എന്നതാണ് അവർ. അതൊന്നും തെളിവല്ലേ? അതൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടത്തില്ല. നിങ്ങൾ അതിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത്. നിങ്ങൾ അതിനേക്കാൾ മോശമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളാണ് വന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ചേരുംപടി ചേരും. എനിക്കൊന്നും പറയാൻ പോലും വയ്യ. കാരണം ആ പേര് ഉച്ചരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും പറയാൻ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇത് പോകണം. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കൊച്ചെല്ലാം DNA ടെസ്റ്റ് നടത്തുന്നത്. രേണു ചേച്ചി പച്ചയായിട്ട് അവരുടെ ഫോണിൽ തന്നെ കറക്റ്റ് വ്യക്തമായി പറയുന്നുണ്ടല്ലോ, കുഴിമാടത്തിൽ പോയി സുധിച്ചേട്ടന്റെ ബോഡി എടുത്തൊരു DNA ടെസ്റ്റ് നടത്തുന്നത്. എന്തുകൊണ്ട് വരുന്നില്ല? ഇതാണ് എന്തുകൊണ്ട് അവർ വരുന്നില്ല? അപ്പൊ ഇതൊക്കെ ഒരാളെ കുറിച്ച് പറയുമ്പോ വ്യക്തമായി നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പിന്നെ നിങ്ങൾ എന്നെ തന്നെ പറയാൻ വരുന്നത്. പറയണ്ട. മറ്റേയാടെ വായിന്ന് പിന്നെ എന്നതാ നന്മ നിറഞ്ഞ എന്നെ പറയുന്നത്. അതായത് അവരുടെ വായിന്ന് പിന്നെ നല്ല 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 വാക്കുകൾ, നല്ല മധുരമായ വാക്കുകളാണല്ലോ വരുന്നത്. ഇവർക്ക് തെറി പറയാൻ അറിയത്തില്ലല്ലോ. ഇവരുടെ കൂട്ടുകാരിയുടെ കാര്യമാണ്, രേണുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. രേണു ചീത്തയൊന്നും പറയത്തില്ലല്ലോ. നിഷ്കളങ്കമായ ഇതുപോലെ ഒരു പരിശുദ്ധിയായ ഒരു പെങ്കുച്ച് വേറെ ഇല്ല. ചീത്ത വർത്താനം പറയാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, നിഷ്കളങ്കയാണ്. അതുകൊണ്ട് പിന്നെ മറ്റവരെ കയറി തെറുത്താത്താന്ന് വിളിക്കാമല്ലോ. പിന്നെ പറഞ്ഞത് കൊച്ചിൻ്റെ DNA ടെസ്റ്റ്. നാണമില്ലേ നിങ്ങൾക്ക്? ആ മനുഷ്യൻ്റെ ബോഡി എടുത്ത് വെച്ച് ഒരു ഭാര്യ അതിനെ പറഞ്ഞതാ. അവിടെ ഉണ്ട് കുഴിമാടം ഇങ്ങനെ മാങ്കി എടുത്ത് ഉണ്ടാക്കിക്കോളാൻ. നാണം ഉണ്ടോ അങ്ങനെയൊക്കെ പറയാനായിട്ട്? മാന്തി എടുക്കാൻ അവർ തന്നെ പറഞ്ഞല്ലോ. ഷെബീന ബീബി തന്നെ പറഞ്ഞല്ലോ, സുധിയുടെ കലറൊന്നും മാന്താൻ പോകേണ്ട കാര്യമില്ല, കിച്ചുവിൻ്റെ എടുത്താൽ മതി അറിയാവുന്ന. അതൊക്കെ അവർ ചുമ്മാ പറഞ്ഞാണ്, അവരെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് അവരതൊക്കെ പറഞ്ഞാണ്. അല്ലേ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. കാര്യം ആ കൊച്ചിനെ കണ്ട സുധിയെ പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സുധിയുടെ മോൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്നെ അവരെ ചീത്ത വിളിച്ച് അവരുടെ മക്കളെയൊക്കെ പറഞ്ഞപ്പോൾ അവർ തിരിച്ചും പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഈ കുഴിമാടൊക്കെ മാന്താൻ പോകുന്ന പറഞ്ഞാൽ ഓടിച്ചെന്നൊരു ദുബായ് കൊണ്ട് മാന്തുന്ന സ്ഥലമൊന്നും അല്ലത്. അതിന് കുറേ നിയമ നടപടികളൊക്കെ ഉണ്ട്. ആ നിയമ നടപടികളൊക്കെ എടുത്താൽ മാത്രമേ അതിലേക്ക് പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾ പറയുന്ന പോലെ മാന്താൻ പറഞ്ഞ രേണു മാന്താൻ പറഞ്ഞ ഉടനെ ഓടിപ്പോയി മാന്താനായിട്ടിരിക്കുവാണോ? ഇത്രയും നിങ്ങളൊക്കെയാണല്ലോ ഇവർ ഉപദേശിക്കാൻ നടക്കുന്നതെന്ന് ഓർക്കുന്നത്. അത് രേണു ശക്തമായിട്ട് നിന്ന്. കാര്യം രേണുവിന് ഉറപ്പുണ്ടാ കാര്യത്തിൽ അത് സുധിയുടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ് രേണു അത്രയും ശക്തമായിട്ട്. ബാക്കി ഒരു കാര്യത്തിന് രേണു പ്രതികരിച്ചിട്ടില്ലല്ലോ. അതാണ് പറഞ്ഞത്. രേണുവിന് അത് കറക്റ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം രേണു പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാമാണ് രേണു മൗനമായിട്ട് നിന്നിട്ടുള്ളത്. അതാണ് ഈ വന്നേക്കുന്ന ഈ ഓരോ വോയിസും പുറത്ത് വന്നത് സത്യങ്ങളാണെന്നുള്ളത് ഓഡിയൻസ് വിശ്വസിക്കാനുള്ള കാര്യം. അതുപോലെ തന്നെ ഇവർ FB അക്കൗണ്ട് പോയെന്ന് പറയുന്നുണ്ട്. അതും ഇവർ കാണിച്ചതിന് ഒരു പരിപാടിയാണെന്ന് പറഞ്ഞത്. അത് ചിലർ പറയുന്നത് ആക്കിയതാണ്, പക്ഷേങ്കിൽ അല്ല, ഈ രേണുവിൻ്റെ കൂട്ടുകാരും കൂടി കാണിച്ച പരിപാടിയാണ്. കാര്യം അതിനകത്തൂടെ ഒരുപാട് പേർക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ID അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആയി പോകും. അതുകൊണ്ടാണ് അവരങ്ങനെ കാണിച്ചതെന്നാണ് ചിലർ പറയുന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യമൊന്നും. ഇവർക്കൊക്കെ അറിയാവുന്ന കൊട്ടുബുദ്ധി എന്നതൊക്കെയാണെന്നുള്ളത് ഉടയതമ്പരാൻ പോലും അറിയില്ല. ഇതാണ് എന്തുകൊണ്ട് അവർ വരുന്നില്ല? അപ്പൊ ഇതൊക്കെ ഒരാളെ കുറിച്ച് പറയുമ്പോ വ്യക്തമായി തെളിവുകളും അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് സംസാരിക്കൂ. അതാണ് കുറച്ചും കൂടി നല്ലത്. അതല്ലാതെ ഇത്രയും പോർഷൻ കാണിച്ച് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ആരെയാണ് എന്തും വിളിച്ച് പറയാമെന്നുള്ള ആ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. ആരെയും എന്നേലും വിളിച്ച് പറയാനായിട്ട് അവർ ഇത്രയും ഭാഗം വന്നിരിക്കുന്നെങ്കിൽ അത് മാന്യമായിട്ടാണ് അവർ വന്ന് നിൽക്കുന്നത്. അവർ മാന്യമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ ഒരിടവും കാണിച്ചുകൊണ്ടല്ല അവർ വന്നിരിക്കുന്നത്. അവരത്രയും ഭാഗമായി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിൽ അവർ ഒരു വൾഗറായിട്ട് നീയൊക്കെ കാണിക്കുന്ന പോലെ അവർക്കും വേണേൽ ഡ്രസ്സ് ഇടാം. അവർക്കും ഉണ്ട്. നിന്നെപ്പുറത്ത് ഫിറ്റ് ചെയ്ത സാമാനങ്ങളൊന്നുമല്ല, ഒറിജിനലായിട്ടുള്ളതുണ്ട് അവർക്ക്. അത് അവർക്ക് വേണേൽ കാണിച്ചുകൊണ്ടിരിക്കാം.
പക്ഷെ അവരങ്ങനെ ഒരിക്കലും മാന്യമായിട്ടല്ലാതെ അവർ വന്നിരുന്നിട്ടില്ല. അവരെപ്പോഴും നല്ല ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സ് ധരിച്ച് വന്നിരുന്നിട്ടുള്ളൂ. നീ ഇത്രയായിട്ടല്ല നീയൊക്കെ മുഴുവനും കാണിക്കുന്നതിനകത്തിനാ, തുണി ഇല്ലാത്തരം കാണിക്കാൻ വേണ്ടിയല്ലേ ഈ മുഴുവനായിട്ട് കാണിക്കുന്നത്, അല്ലാതെ തുണി ഉടുത്ത് മാന്യമായിട്ടല്ലല്ലോ കാണിക്കുന്നത്. നിനക്കൊക്കെ അതൊക്കെ കാണിച്ചാലേ റീച്ചുള്ളൂ. അതുകൊണ്ടാണ് നീയൊക്കെ അങ്ങനെ കാണിക്കുന്നത്. ഒരാൾ വന്ന് ഇരുന്ന് അവർ മാന്യമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് മാന്യമായിട്ട് തന്നെ പറയണം. അല്ലാതെ നീയും നിൻ്റെ കൂട്ടുകാരിയും കൂടെ ചെയ്യുന്നത് മാന്യമാണ്, ബാക്കി വന്ന് ഇരുന്ന് പകുതിയുള്ള പോലെ അവരങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മര്യാദ, അത് അവരുടെ അന്തസ്സ്. പിന്നെ ഒരു ധാരണയുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബ് ആണെങ്കിലും FB ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഓരോ കാറ്റഗറി കൊടുത്തേക്കുന്നത് അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യാനും കോമഡി പരിപാടി ചെയ്യാനും അല്ലാതുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുക്കിംഗ് ആണെങ്കിലും എന്നാണേലും ഓരോ വീഡിയോസ് ഇടാനായിട്ട് അതൊരു തൊഴിൽ പോലെ മനുഷ്യന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ കൊടുത്തിട്ടാണ്. അല്ലാതെ രേണുവിനെ ഇൻസ്റ്റേ കിട്ടിയ മാതിരി അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ ആരും ചെയ്യുന്നത്. അതെന്നെ പറയാത്തത്. അത് നല്ല സ്ഥലം, അത് നല്ല കാര്യങ്ങൾ, അങ്ങോട്ട് കുഞ്ഞ് അതങ്ങനെ ഒന്ന് കാണിച്ച് ജീവിച്ച് പൊക്കോട്ടെ. അവർ ഇത്രയും വെച്ചിരുന്ന് കാണിക്കുന്നത്, അവരത്രയും വെച്ചിരുന്ന് കാണിക്കുന്നത് മാന്യമായിട്ടാണ് അവർ കാണിക്കുന്നത്. അല്ലാതെ അവരുടെ ഒരിടവും കാണിക്കട്ടെ. അവർക്ക് മക്കളുണ്ട്, അവർക്ക് മക്കൾക്ക് പുറത്തിറങ്ങി നടക്കണം. അതുകൊണ്ട് അവർ മാന്യമായിട്ട് തന്നെയാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത്. ഈ പറയുന്നവരുടെ അത്രയും ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഒരു ചുണ്ടയിൽ, നിങ്ങളുടെ ചുണ്ടയിൽ പിന്നെ എന്തുവാ കോഴിക്കാഷ്ടമാണ് വാരി തേച്ചേക്കുന്നത്. നിങ്ങളുടെ ചുണ്ട എന്നാ തേച്ചേക്കുന്നത്? നിങ്ങൾ എന്തുമാത്രം പുട്ടിയിട്ടുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ എന്തുമാത്രം പുട്ടിയിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്? ഇല്ലേ, എന്തുമാത്രം പുട്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ ചുണ്ട തേച്ചേക്കുന്നത് കോഴിക്കാഷ്ടമൊന്നും അല്ലല്ലോ. മറ്റുള്ളവരെ പറയുമ്പോൾ ഇപ്പം ഞാനൊരു കാര്യം ചെയ്ത് വെച്ച്, ഞാൻ അല്ലെങ്കിൽ പൊട്ട് തൊട്ട് അല്ലെങ്കിൽ കണ്ണെഴുതി വെച്ച് അല്ലെങ്കിൽ സിന്ദൂരിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് ചന്ദ്രൻ തൊട്ട് വെച്ച് വേറൊരുത്തനെ പറയൂ അവൻ കണ്ണെഴുതിയേക്കുന്നുണ്ടില്ലേ, അവർ പിരി എഴുതിയേക്കുന്നുണ്ടില്ലേ എന്ന് പറയുന്നത് എന്ത് കാര്യമാണ് എനിക്കുള്ളത്? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ. പാവം, ഇതൊന്നും തേക്കാതെ വന്ന് നിൽക്കുന്ന പരിശുദ്ധ. അതൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടാൽ അറിയാം, ഞാൻ ഇന്നൊരു കൊളാബ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അത്യാവശ്യം തൊഴിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹെയർ, ലിപ്സ്റ്റിക്, അങ്ങനെ മീൻസ് ലിപ്പ് കളറിങ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും വല്ല ജോലിക്ക് പോയിട്ട് വലിയ വരുമാനം ഉണ്ടാക്കി ജീവിക്കും. ഇതിനൊക്കെ ആരാണോ കൊള്ളാബ് ചെയ്യാൻ വരുന്നത്? അതൊക്കെ കൊള്ളാബ് ചെയ്ത് കാട്ടയൊക്കെ കണ്ടോ, കൊല്ലാബ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കൊല്ലാബ് ചെയ്ത് അവരൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാനെന്ന്. ഇത് ഇവരുടെ ഇൻസ്റ്റയിൽ നിങ്ങൾ ആരും കയറിയിട്ടുണ്ടോ? ഒന്നേ കയറുള്ളൂ. കാര്യം പിള്ളേരെ ഒന്നും കൂടെ ഇരുന്ന് കയറി കാണാൻ കൊള്ളുകയല്ല. എനിക്കിഷ്ടമായിരുന്നു. ഇവർ സാരിയൊക്കെ കൊടുത്ത് കുറേ റീൽസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുകയും ചെയ്തു, നല്ല ഇവർ ഇതാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സംഭവം. ഞാൻ ഒത്തിരി പെണ്ണ് തന്നെയാണ് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഓർക്കുകയും ചെയ്തു, ഇവർ എന്തിനാ ഇത്രയും നാണം കുണുങ്ങി നടക്കുന്നത്? ഇത്രയും ഇവരിങ്ങനെ, ഞാൻ ഒത്തിരി ഇവർ വലിയ ഡാൻസ് ഇതിൻ്റെ ആൾക്കാരുണ്ടോ, ചില ഡാൻസുകാരുണ്ടല്ലോ അങ്ങനെയൊക്കെ ഇറങ്ങുന്നത്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അന്നേരം ഓർത്ത് എന്താണ് നോക്കി കണ്ടേക്കാൻ ഓർത്ത് അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഇൻസ്റ്റയിലോട്ട് കയറുന്നത്. കയറി കണ്ടപ്പോഴത്തേക്ക് എന്നതാ ഓരോ സിനിമയുടെ ഇതൊക്കെയാണ് കാണിക്കുന്നത് പറഞ്ഞാലും അങ്ങേ അറ്റത്തെ ഡ്രസ്സിലും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു ഊഞ്ഞാലാടുന്നുണ്ട്, ഒരു മുണ്ടൊക്കെ എടുത്തുണ്ട്. അത് എന്നിട്ട് അവർ അങ്ങലോകം വരെയാണ് ആ ക്യാമറ വെച്ചെടുത്തേക്കുന്നത്. വലിയ തത്വവും മാന്യതയൊക്കെ പറയുന്നവർ വന്നേച്ച് പറയുന്ന കാര്യമാണ്. ഒരു കൊച്ചു പിള്ളേർക്ക് ഒരു കാണാൻ പറ്റുമോ നിങ്ങളുടെ ഒരു വീഡിയോസ്? ഒരു കൊച്ചു പിള്ളേർക്കില്ല, 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞ്, 18 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് പോലും വലിയവർക്ക് പോലും കാണാൻ കൊള്ളത്തില്ല. അതുപോലത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾ കൂടുതലും ചെയ്ത് വെച്ചേക്കുന്നത്. 1 2 അങ്ങനെ മാന്യമായിട്ടൊക്കെ ഇച്ചിരി ചെയ്തിട്ടുണ്ട്. ബാക്കി മൊത്തം നിങ്ങൾ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ നയൻതാരയാണെന്നും പറഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. നയൻതാര വല്ല കമ്പ് വെച്ച് അടിച്ച് ഓടിക്കണം നയൻതാരയൊക്കെ. ജീവിക്കൂ, മറ്റുള്ളവരെ വിറ്റ് കൊത്തി പച്ച മാംസം കൊത്തി തിന്നാതിരിക്കൂ പ്ലീസ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. മറ്റുള്ളവരെ ഫോട്ടോസ് വെച്ച്, എനിക്ക് വീണ്ടും അതന്നെ പറയണത്, മറ്റുള്ളവരെ ഫോട്ടോസ് വെച്ച്, അത് എന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോട്ടോസ് വെച്ച് അവരെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ എന്തിനാണ് ഈ നാണം കെടുത്തുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ച് എന്തിനാണ് നാണം കെടുത്തുന്ന പരിപാടി കാണിച്ചിട്ടല്ലേ നാണം കെടുത്തുന്നത്? അല്ലെങ്കിൽ നാണം കെടുത്തുന്ന പരിപാടി കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള എത്രയോ നല്ല മനുഷ്യരുണ്ട്. അവരെ ആരും ഫോട്ടോ വെച്ച് ആരും ഒന്നും പറയാനും കാണിക്കാനും പോകുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അന്നേരം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അന്നേരം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇത് എന്തുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ജോലി എടുത്ത് ജീവിക്കുന്ന ആടെ ഇൻസ്റ്റയിലോട്ട് കയറിയാൽ മതി. അവരൊക്കെ കൊത്തി തിന്നുന്നത്, നിന്നെയൊക്കെ ആര് കൊത്തി തിന്നാൻ പറ്റും? നീയൊക്കെ കാണിക്കുന്നതിന്റെ ബാക്കി പറയുന്നതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും മരണം വരെ. ദൈവം എന്നെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്നെ എന്നെ വിളിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. അതിന് ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം ഒരു ചിരി നിപ്പം കണ്ടു. പുള്ളിക്കാരുടെ വിചാരം ഭയങ്കര ഒരു കുഞ്ഞുമാവയാന്നുള്ള ചിരി നിപ്പം കാണുമ്പോഴത്തേക്ക് എല്ലാ മനുഷ്യരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ദൈവം വിളിക്കുമ്പോഴാണ് പോകുന്നത്. പിന്നെ ചിലർ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓരോരുത്തർ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ലാതെ എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ നിങ്ങളെ മാത്രം അങ്ങോട്ട് ദൈവം തമ്പുരാനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രം ബാക്കി എല്ലാവരും പിന്നെ വേറെ വല്ലവരും വിളിക്കുമ്പോഴാണ് അങ്ങ് പോകുന്നത്. ഡയലോഗ് കൊണ്ടൊക്കെ വരുന്ന കേട്ടാണ്ടല്ലോ, എനിക്ക് ഇവരെ ഇഷ്ടമേ അല്ലുള്ള സത്യം ഞാൻ പറയും. എനിക്കൊരു ശകലം ഇവർ കേസ് കൊടുക്കാൻ പോകുന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഇടയ്ക്ക് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു. അതിൻ്റെ പേര് കേസ് കൊടുക്കുന്നവർ എന്നാന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുന്നത്, തുണി അഴിച്ച് കാണിച്ചത് കേസ് കൊടുത്തെന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ ഇവർക്കൊക്കെ അത് കൊടുക്കാം, നമ്മൾ കണ്ടതാണ്. ഈ ഇടയ്ക്ക്
കിടന്ന അടിയും വഴക്കും ഒക്കെ കൊണ്ടായപ്പോഴത്തേക്ക് എന്നെല്ലാം കോലങ്ങളാണ് കാണിക്കുന്നത്. ഒരുത്തൻ ഇങ്ങോട്ട് ഒഴിച്ച് കട്ടയെടുത്ത് അവിടെ ഒരു സ്കൂട്ടറിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇടിക്കാൻ ചെന്നിട്ട് ആ കട്ട പോലീസുകാരൻ കയറി പിടിച്ചപ്പോഴത്തേക്ക് അവരുടെ മേത്തോട്ട് ഉടനെ മയങ്ങി അടിച്ച് താഴെ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ചിരിച്ച ആ ഒരു വീഡിയോസൊക്കെ കണ്ട്. ഇതൊക്കെയാണ് ഇവർ കൂടുതലുള്ളവരൊക്കെ കാണിക്കുന്നത്. അതൊക്കെ തന്നെയല്ലേ ഇതൊക്കെ കാണിക്കത്തുള്ളൂ. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ നല്ലതായിട്ട് ഉള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. എനിക്കിപ്പോഴും നല്ല ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് സൂര്യ. സൂര്യയുടെ പേര് മിക്കപ്പോഴും എൻ്റെ ചാനലത്ര പറയാറുണ്ട്. സൂര്യ അങ്ങനെ ഒരുപാട് പേരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നടക്കുന്നത്. ജാൻമണിയൊന്നും അല്ല കേട്ടോ, അല്ലാതുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് ജാൻമണിയൊക്കെ എന്നാ കാണിക്കുന്നത് എന്നുള്ള നമുക്കറിയാം. ഇവർക്കെല്ലാം പെണ്ണിൻ്റെ രൂപം വേണം. പക്ഷേ സർജറിയോ കാര്യങ്ങളോ ഒന്നും നടത്താനൊന്നും ഇവർക്കൊന്നും താല്പര്യമില്ല. അതാണ് പറയുന്നത്. പിന്നെ ഇവരെനിക്കൊന്നും അതൊക്കെ ചെയ്തതെന്ന് തോന്നുന്നു. ഇവരെനിക്കൊന്നും ഇവർക്ക് ഓട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇവർ ഓട്ടൊക്കെ ചെയ്തതാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണ് ഇവരൊക്കെ കൂട്ടത്തിൽ നടക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെയാണ് രേണുവിനെ വെളുപ്പിക്കാൻ നടക്കുന്നത്. ഈ വെളുപ്പിക്കാൻ വരുന്നവരാദ്യം ഒരു മാന്യമായിട്ട് ഡ്രസ്സേലും ഇട്ടുകൊണ്ടെന്ന് പോവാ, ഒരു വൃത്തിക്കും എനിക്കുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടെന്ന് വെച്ചാൽ വെളുപ്പിയില്ല. അന്നേരം പിന്നെ നമുക്ക് ഇച്ചിരിയെങ്കിലും ഒന്ന് അംഗീകരിക്കാനായിട്ട് തോന്നും. പിന്നെ നിങ്ങളെ ഒന്നും ആരും അംഗീകരിക്കുന്നില്ല, നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചതിന് നടക്കത്തേ ഉള്ളൂ എന്നും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളാണ്. അവരൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അവർ രൂപം കൊണ്ട് പുരുഷനാകാം, മനസ്സുകൊണ്ട് സ്ത്രീയാകാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്ത കുറേ എണ്ണങ്ങൾ ഇറങ്ങിക്കിടന്ന് നിഗളിക്കുന്ന കാണുമ്പോഴത്തേക്കാണ് നമുക്ക് ഇവരുടെയൊക്കെ മൊത്തത്തിൽ അങ്ങ് വെറുപ്പായി പോകുന്നത്. ഇവരുടെയൊക്കെ മൊത്തത്തിൽ നമുക്കൊരു ഇഷ്ടക്കേടായി തോന്നുന്നത്. പിന്നെ വെളുപ്പിക്കുമ്പോൾ നല്ല വൃത്തിക്കൊന്ന് വെളുപ്പിക്കാൻ പാട്ടോ, അല്ലാതെ ഇങ്ങനെ ഇച്ചിരിച്ചിലായിട്ട് വെളുപ്പിക്കാൻ വരാതെ. രേണുവിൻ്റെ തെറിവിളി, രേണുവിൻ്റെ ചാറ്റും, രേണുവിൻ്റെ കഥകളും എല്ലാം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഇനി എന്ത് തെളിവാണ് താത്ത കൊടുക്കേണ്ടത് ഇവർക്ക്? ഇനി എന്ത് തെളിവാണ് താത്ത ഇവർക്ക് കൊടുക്കേണ്ടത്? താത്ത പറഞ്ഞോലേ ഇനി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിട്ട് താത്തയുടെ ചാനൽ തന്നെ അടിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൂടി ഇനി ഇട്ടാലേ ഇവർക്കൊക്കെ വിശ്വാസം ആകത്തുള്ളൂ എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. അത് മിക്കവാറും അവരെ കൊണ്ട് അതും ചെയ്യിപ്പിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ചൊറിഞ്ഞ് ചെല്ലുമ്പോഴാണ് അവർ വീണ്ടും തിരിച്ചും ചൊറിയാൻ നിൽക്കുന്നത്. എത്ര പേര് ദാസപ്പൻ്റെ കഥകൾ പുറത്തിറങ്ങി, രേണുവിൻ്റെ കഥകൾ പുറത്തിറങ്ങി, രേണുവിൻ്റെ കൂടെ നിൽക്കുന്നവരെ പറ്റി ഓരോന്നും പറയുന്നു, രേണുവിൻ്റെ മാനേജരെ പറ്റി പറയുന്നു. ഇതൊക്കെ ഒറ്റ ഒരാളിൽ നിന്നും തുടങ്ങിയ തുടക്കമാണ്. രേണുവിൽ നിന്നും അവരിൽ നിന്നും തുടങ്ങിയതാണ് ഈ കരീഷ്മയിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പം എനിക്കൊന്ന് ഇച്ചിരി ഒതുക്കൊണ്ടതുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൊന്നും അങ്ങനെ ഫോട്ടോസ് അങ്ങനെ, പിന്നെ സജിനെ ഏതാണ്ട് ചീത്ത വിളിച്ചെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഞാനത് കേൾക്കാനൊന്നും പോയില്ല. എന്നാണേലും ഇന്നത്തെ ഒരു ഇതിനകത്ത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. രേണുവിന് മാത്രമായിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങൾ പലരും പറയാറുണ്ട് ഈ കണ്ടന്റ് വേണ്ട, പക്ഷേ ഈ കണ്ടന്റ് വേണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഇടുന്ന കണ്ടന്റ് കൂടെ സപ്പോർട്ട് ചെയ്താലേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാലിത് ഞങ്ങളുടെ ഒരു ജോലിയായിട്ട് ഞങ്ങളിത് ചെയ്യുന്നതാണ്. നമുക്ക് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അല്ലെ ചുമ്മാ പുണ്യം കിട്ടാൻ വേണ്ടി ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല. അപ്പം നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കുകയില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇഷ്ടമായാലും സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.